CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ സംഗമത്തിന് സാക്ഷ്യം വഹിച്ച് അറഫ. ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ആനന്ദ നിർവൃതിയിൽ വിശ്വാസി ലക്ഷങ്ങൾ ഒത്തുചേർന്നു. ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള സർക്കാർ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റി. മാസപ്പിറവി വൈകിയതിനാൽ ബലിപെരുന്നാൾ ശനിയാഴ്ചയാണെന്ന് മതപണ്ഡിതർ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവധി ദിവസവും മാറ്റിയത്. ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പ്രകൃതിയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി ദിനാചരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും വൃക്ഷത്തൈ നട്ടും വിതരണം നടത്തിയും ദിനാചരണം നടത്തി. കരിക്കാട് ഗുഡ്സ് ഓട്ടോയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനായ കോട്ടോൽ തായംകുളം വീട്ടിൽ 19 വയസ്സുള്ള ഫാസിലിനാണ് പരിക്കേറ്റത്. തെരുവുനായ്ക്കൾ പശുക്കിടാവിനെ കടിച്ചുകൊന്നു. പെരുമ്പിലാവ് ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഗോശാലയിലെ 2 മാസം പ്രായമുള്ള പശുക്കിടാവാണ് ബുധനാഴ്ച രാത്രി തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തത്. ഗുരുവായൂർ ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പിൽ പ്രതിഷേധിച്ച് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പന്നിത്തടത്ത് ആളില്ലാതിരുന്ന വീട്ടിൽ നിന്ന് 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. അന്വേഷണം കാര്യക്ഷമമല്ലെന്നറിയിച്ച് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർക്കായുള്ള സംസ്ഥാനതല ശില്പശാല BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി മിത്രം പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി ചെയർമാൻ M കൃഷ്ണദാസ് ഏറ്റുവാങ്ങി. കുന്നംകുളം നഗരസഭ 3ാം വാർഡ് കിഴൂർ നോർത്തിലെ തിരുത്തിക്കാട് ഭാരതമാത LP സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. പോർക്കുളം സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആണ്ടിയത്ത് വീട്ടിൽ 39 വയസ്സുള്ള അഭിഷാദിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആളൂർ അഹമ്മദിയ മിഷൻ ഹൌസിൽ ഖിലാഫത്ത് ദിനം സംഘടിപ്പിച്ചു. തെക്കൻ പാലയൂർ ദർവൻസ് ക്ലബ് പ്രവർത്തകർ അങ്കണവാടിയിൽ പുതിയതായി ചേർന്ന കുട്ടികൾക്കും പിരിഞ്ഞുപോകുന്നവർക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം, മഴനിറവിന്റെ ഭാഗമായി പച്ചക്കറി തൈ വിത്ത് വിതരണം എന്നിവ നടത്തി. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ജൈവകൃഷി പുരസ്കാര ജേതാവ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.